കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. നേർത്ത ഒരു നിശ്വാസം. ഹലോ സർ, അമലു. അത്രയും നേർത്തൊരു നിശ്വാസം പോലെ. എന്തിനെന്നറിയാതെ ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു. ആ നേരത്താണ് ഫോൺ കട്ടാവുന്നത്. ഒന്ന് രണ്ട് തവണ കൂടെ ഡയൽ ചെയ്തിട്ടും കിട്ടാതെ അവൻ പിന്നെയും ടീച്ചറുടെ മൊബൈലിലേക്ക് വിളിച്ചു, അവൾ എടുക്കണേന്നുള്ള പ്രാർത്ഥനയോടെ. അവന്റെ ആഗ്രഹം അത്രയും തീവ്രമായിരുന്നു. ടീച്ചറുടെ മൊബൈൽ പിന്നെയും പാടാൻ തുടങ്ങിയതും ഒഴുകിയിറങ്ങിയ കണ്ണുനീര് തുടയ്ക്കാൻ പോലും കാത്തു നിൽക്കാതെ പെണ്ണ് ഓടിപ്പോയത് കയ്യിലെടുത്തു. അന്ന് ആദ്യമായി ഒരു കോൾ എടുക്കാൻ അവളുടെ കൈ വിറച്ചു. മനസ്സ് തുളുമ്പി. സന്തോഷവും സങ്കടവും ഒരുപോലെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. അവൾ ആ പച്ചയിൽ ഞെക്കി ഫോൺ ചെവിയിലേക്ക് വെച്ചു. പിടിച്ചു വെച്ച നിശ്വാസം ഫോണിൽ വന്ന് തട്ടി. പക്ഷേ അത് പ്രകമ്പനം തീർത്തത് മറ്റൊരുവന്റെ ഹൃദയത്തിലായിരുന്നു. മൗനത്തിനും ഇത്രയും മനോഹരമായി സംവദിക്കാൻ കഴിയുമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷം. ആദ്യം നിശബ്ദതയുടെ വിരൽത്തുമ്പിൽ നിന്ന് പിടിവിട്ടത് ഹരനായിരുന്നു. കുഞ്ഞേ, ഇത്രയും ദിവസമൊക്കെ എവിടെ ആയിരുന്നു? ആ വാക്കുകൾ നിറയെ പിണക്കമായിരുന്നു. അമ്മ എങ്ങോട്ടും വിട്ടില്ല. പറയുമ്പോൾ വിതുമ്പലുകൊണ്ട് എവിടെയൊക്കെയോ അക്ഷരങ്ങൾ മുറിയുന്നുണ്ടായിരുന്നു. എന്നെ എന്താ കാണാൻ വരാഞ്ഞേ? ആലോചിച്ച് നോക്കാതെ ഹൃദയം തൊട്ട ചോദ്യമായിരുന്നു അത്. വന്നിരുന്നു, നീ അവിടെ ഇല്ലെന്ന് പറഞ്ഞു നിന്റെ അമ്മ. ഒട്ടും സഹിക്കാൻ പറ്റില്ലെന്നുള്ള തോന്നലിൽ അവളെ കാണാൻ വേണ്ടി പുറപ്പെട്ടതാണ്. പാതി വഴിയിൽ വെച്ച് തന്നെ മഞ്ജുവിനെ കണ്ടു. എവിടെയോ പോയിട്ട് മടങ്ങി വരികയായിരുന്നു ആള്. സാധാരണ പോലെ സംസാരിച്ച് അവളെ തിരക്കിയതാണ്. ഒറ്റ വാക്കിൽ അവൾ അവിടെ ഇല്ല, എവിടെയോ കുടുംബക്കാരുടെ അവിടെ പോയി എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അതിൽ അവിശ്വസിക്കാനൊന്നുമില്ല. പക്ഷെ തനിക്ക് മുഖം തരാതെയുള്ള ആ മറുപടിയിൽ എവിടെയോ സംശയം തോന്നി. പിന്നീട് ആസിയും നൗഫിയും അവിടെ ചെന്നപ്പോഴുണ്ടായ അവരുടെ സംസാരം അറിഞ്ഞതും തന്നോട് കള്ളമായിരിക്കും പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടു. ഞാനില്ലെന്ന് പറഞ്ഞോ? പക്ഷേ ഞാനെവിടെയും പോയില്ലല്ലോ. ആ നേരം വരെ കരഞ്ഞുകൊണ്ടിരുന്നവളുടെ ചിന്തകളിൽ 1000 സംശയങ്ങൾ വന്നു നിറഞ്ഞു. ഇപ്പോ അവളുടെ സംശയം കൂടി കേട്ടതും ഉറപ്പായി. അതൊക്കെ പോട്ടെ, എപ്പോഴാ നീ വന്നേ? ഇത്തിരി നേരമായതേ ഉള്ളൂ. അതുവരെ ഭിത്തിയിൽ ചാരി നിന്നവൾ മെല്ലെ അതിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. ഞാനില്ലെന്നറിഞ്ഞിട്ട് വന്നതാണോ? എന്തോ ഒരു കുറുമ്പിൽ കാറിന്റെ സീറ്റ് പിന്നിലേക്ക് വലിച്ചിട്ട് അവൻ ചാരി കിടന്നുകൊണ്ട് ചുണ്ടിനറ്റം കടിച്ചു. അങ്ങനെയാണോ തോന്നിയത്? എവിടെ നിന്നറിയാത്ത പരിഭവം അവളുടെ ശബ്ദത്തിനേക്കാളും കൂടുതൽ മുഖത്തേക്ക് പടർന്നു. തോന്നിയെങ്കിൽ തെറ്റു പറയാൻ പറ്റുമോ? ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ എന്തോ ഓർമ്മയിൽ വിടർന്നു. പറ്റും. ഇത്തവണ അവളുടെ ചുണ്ടുകളാണ് കൂർത്തത്. എങ്ങനെ പറ്റും? അറിയാലോ എന്നെ. അപ്പോ എന്റെ അമലുവിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല എന്ന് എന്റെ അമലു കരുതുന്നു അല്ലേ? ഓരോ തവണയും എന്റെ അമലു എന്നുള്ള വാക്കിന് പതിവിലധികം ബലം കൊടുത്താണ് അവൻ പറഞ്ഞത്. പുഞ്ചിരി മാത്രമായിരുന്നു. ചിരി അല്പം ഉറക്കെ പുറത്തേക്ക് വന്നുപോയി. എന്റെ കുഞ്ഞേ. അത്രയും സ്നേഹത്തിൽ വിളിച്ചതും അവിടെ അതുവരെ പരിഭവം കൊണ്ട് പിണങ്ങിയിരുന്നവളുടെ ചുണ്ടുകളും അവൻ ഓർമ്മയിൽ പൂത്തു. അപ്പോ പറയ്, എന്റെ കുഞ്ഞ് എങ്ങനെയാ വന്നതവിടെ? അതോ, വീട്ടിലുണ്ടായ ഓരോ കാര്യവും അവനോട് പറയുമ്പോൾ ഇടയ്ക്ക് അവളുടെ കണ്ണു നിറഞ്ഞു. ഇടയ്ക്ക് എന്തിനൊക്കെയോ ദേഷ്യം കാണിച്ചു. പിന്നീട് എപ്പോഴൊക്കെയോ വിതുമ്പി. ചുറ്റുമുള്ള ബാക്കി ആരോടും അമ്മയെപ്പറ്റി ഇതുപോലെ തുറന്നു സംസാരിക്കാറില്ല. എന്തോ അവനോട് മാത്രം ഒന്നും ഒളിച്ചു വെക്കാറില്ല. ശരിയും തെറ്റും നോക്കി അളന്നു കുറിച്ചാണ് പലപ്പോഴും അമ്മയെപ്പറ്റി സംസാരിക്കാറ്. പക്ഷേ ഈ ആൾക്ക് മുന്നിലെത്തുമ്പോൾ അതൊന്നും ഓർക്കാറ് പോലുമില്ല. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളില്ലെന്ന് പറഞ്ഞു. പറയുന്നതിനൊപ്പം തന്നെ കരയുകയാണ്. പോട്ടെ, അതെന്റെ കുഞ്ഞ് ഇനി നന്നായിട്ട് കറി വെക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അല്ലാതെ ആ കറി അത്രയ്ക്ക് മോശമൊന്നും ആയിരിക്കില്ല. ആദ്യം ഇങ്ങനെ നിന്ന് കരയുന്നത് നിർത്തിക്കേ കുഞ്ഞേ. അവളുടെ ഓരോ വിതുമ്പലിലും തന്നിലുണ്ടാക്കുന്ന സങ്കടം അപ്പുറത്ത് നിൽക്കുന്നവളോട് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയാതെ അവൻ വല്ലാതെ അസ്വസ്ഥനായി. അത് മാഷിനെങ്ങനെ അറിയാം? മാഷ് കഴിച്ചു നോക്കിയില്ലല്ലോ. അവന്റെ ആത്മവിശ്വാസം പെണ്ണിനെ സംശയിപ്പിച്ചു. അതിന് ആര് പറഞ്ഞു കഴിച്ചു നോക്കണമെന്ന്? കഴിച്ചു നോക്കാതെ തന്നെ അറിയാം എന്റെ കുഞ്ഞ് എന്തുണ്ടാക്കിയാലും അതിന് ഭയങ്കര ടേസ്റ്റ് ആണെന്ന്. അല്ലെങ്കിൽ പറയും, അശോകേട്ടനും ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക? അവസാനത്തെ ചോദ്യത്തിൽ പെണ്ണ് ഒരു നിമിഷം നിന്നു. ശരിയാ.
അച്ഛനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പറയടാ, അശോകേട്ടനും പറഞ്ഞില്ലേ ഈ കുഞ്ഞിക്കുടുക്ക ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെന്ന്. അത് പറയുമ്പോഴുള്ള അവന്റെ പുഞ്ചിരി കൺമുന്നിൽ കാണുന്ന പോലെ പെണ്ണിന്റെ മുഖം വിടർന്നു. കുഞ്ഞേ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ നീ? വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. അവന്റെ വാക്കുകൾ നൽകുന്ന സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് പിന്നെയും പിണങ്ങി. അല്ലടാ കുഞ്ഞേ, സത്യമായിട്ട് എന്റെ കുഞ്ഞുണ്ടാക്കുന്നതെല്ലാം നല്ലതാണ്. ശരിക്കും. ആ ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടി കൂർത്തു. എന്നെ വിശ്വാസമില്ലേ? അവന്റെ ശബ്ദം നേർത്തു. എന്നെക്കാളും. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ നേർത്തുപോയി. അപ്പോഴേക്കും അകത്ത് നിന്ന് ടീച്ചർ വരുന്ന ശബ്ദം കേട്ടു. ടീച്ചറമ്മ വരുന്നുണ്ട്. ഫോൺ കൊടുക്കല്ലേ കൊടുക്കല്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഫോൺ കൊടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആ ശബ്ദം പെട്ടെന്ന് വന്നു. വേഗം പറ. ധൃതി പിടിക്കല്ലേ കുഞ്ഞേ നീ. ടീച്ചറമ്മ ഇപ്പൊ എത്തും. അവളുടെ ശബ്ദം അത്രയും മെല്ലെയായി. അതിൽ വെപ്രാളത്തിലുമധികം അവനെന്താ പറയാൻ പോകുന്നെന്നുള്ള ആകാംക്ഷയായിരുന്നു അധികവും. നീ നിൽക്കുന്നിടത്ത് നിന്ന് വേഗം ആ ഫോണുമായി പുറത്തേക്ക് വാ. എന്തിനാ? അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ചുറ്റുപാടും കണ്ണുപായിച്ചവൾ വേഗം പുറത്തെത്തി. പുറത്തു വന്നു. കള്ളം ചെയ്യുന്ന പോലെ അവളുടെ മിഴികൾ പാഞ്ഞോടി. ഇപ്പൊ ആരും അടുത്തില്ലല്ലോ അല്ലേ? അറിയില്ല. ഓ, ഈ പെണ്ണ്. നെറുകയിൽ ഒന്ന് കൈതട്ടി ഏതൻ സീറ്റിൽ നിന്നും നേരെയിരുന്നു. ചുറ്റും ഒന്ന് നോക്ക് കുഞ്ഞേ. പറയുമ്പോൾ വല്ലാത്ത ദയനീയതയായിരുന്നു അവന്റെ ആ ശബ്ദത്തിൽ. ഉം നോക്കിയോ? ഉം ആരെങ്കിലും ഉണ്ടോ? അവൾ ചുറ്റുപാടും ഒരിക്കൽ കൂടി നോക്കി ആരുമില്ലെന്നുറപ്പിച്ചു. എനിക്ക് നിന്നെ ഒന്ന് കാണണം അമലു. അല്ലെങ്കിൽ എത്ര അടക്കി വെച്ചിട്ടും പറ്റാത്ത പോലെ അവസാനം അവനവന്റെ ആഗ്രഹം അവളോട് തുറന്നു പറഞ്ഞു. കേട്ടതും പെണ്ണിന്റെ കണ്ണു വിടർന്നു. അടുത്ത നിമിഷം തന്നെ അത് നിറയുകയും ചെയ്തു. കുഞ്ഞേ, അത് അമ്മ. അമ്മയെ കട്ടൊന്നും വരണ്ടെന്റെ കുഞ്ഞ്. ഞാൻ അശോകൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞോളാം. ആ സമയത്ത് നിന്റെ അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അച്ഛന്റെ ഒപ്പം വന്നാൽ മാത്രം മതി നീ. അവൾ മറുപടിയൊന്നും പറയാതെ അവൻ പറയുന്ന കേട്ടു. അമലു. വിതുമ്പലിന്റെ ചീളുകൾ ചെവിയിലേക്ക് പതിഞ്ഞതും എത്ര ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ചോദിക്കേണ്ടായിരുന്നു എന്ന് അവന്റെ മനസ്സവനെ ശാസിച്ചു. കരയല്ലേടാ. ഞാൻ ഞാൻ ഒന്നും ചിന്തിക്കാതെ. സോറി. ആമ്പലേ. ടീച്ചറിന്റെ വിളി അടുത്തെത്തിയതും അവൾ മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. വളർന്ന പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്കൊന്നും അറിയേണ്ടെന്നാ. ഇവിടെ പക്ഷെ എന്റെ കാര്യത്തിൽ അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാ. സാധാരണ നല്ല തന്തമാരായാൽ പെണ്ണുകുഞ്ഞുങ്ങളെ പൊത്തിപ്പൊതിഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണുപറ്റാതിരിക്കാൻ വീട്ടിൽ നിന്ന് ഇറക്കത്തു പോലുമില്ല. ഇവിടെ പക്ഷെ എനിക്കൊരു കെട്ടിയനുണ്ട്. അഴിച്ച് വിട്ടേക്കുവാ പെണ്ണിനെ. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ആമ്പൽ അകത്തേക്ക് കയറുന്നത്. ഇത്രയും നേരം ഒരാളിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന മനസ്സിലേക്ക് അഗ്നി പതിക്കും പോലെയാണ് മഞ്ജുവിന്റെ വാക്കുകൾ പതിഞ്ഞത്. സങ്കടം എത്ര പെട്ടെന്നാണ് ഭയത്തിലേക്ക് വഴിമാറിയത്. പേടിയോടെ അമ്മയുടെ വാക്കുകൾ കാതോർത്ത് അകത്തേക്ക് കയറുന്നവൾ കണ്ടു മഞ്ജുവിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ. ഒന്നെങ്കിൽ കുടുംബശ്രീയിലുള്ളവർ, അല്ലെങ്കിൽ ആ ഓർമ്മയിൽ പോലും അവളുടെ ഉള്ളം വിറച്ചു. ഇപ്പൊ വിളിക്കുന്ന നമ്പർ ഈ രണ്ടു കൂട്ടർക്കേ ഉള്ളൂ. കുടുംബശ്രീയിലെ ചേച്ചിയിൽ ആരെങ്കിലും ആയിരിക്കണേന്നുള്ള പ്രാർത്ഥന ഭഗവാൻ അടുക്കിലേക്ക് എത്തിയോന്ന് പോലും അറിയില്ല. അതൊന്ന് സമ്മതിക്കും മുന്നേ അമ്മയുടെ മോൻവിളി എത്തി. അവളുടെ മനസ്സ് പിടഞ്ഞു. ഇത്രയും സ്നേഹത്തോടെ അമ്മ മോനെ എന്ന് വിളിക്കണമെങ്കിൽ അപ്പുറത്ത് സിദ്ധുമോനാകും തീർച്ച. ആ മോനെ, ഇതൊക്കെ ആരോട് പറയാനാ? ഞാൻ എന്തേലും പറഞ്ഞാൽ അച്ഛനും മോൾക്കും പിന്നെ ഞാനാ ശത്രു. അല്ലെങ്കിൽ തന്നെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവളിറങ്ങി പോകാൻ പാടുണ്ടോ സിദ്ധു? എന്താ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്ര പാങ്ങൊന്നും ആയില്ലേ? അത്രയ്ക്കും ചെറിയ പെണ്ണാണോ? വയസ്സ് 18 കഴിഞ്ഞില്ലേ? അതുകൂടെ കേട്ടതും ഉറപ്പായി. ഈ നേരം അമ്മയ്ക്ക് മുന്നിൽ പെട്ടാൽ ശനിയാണെന്നറിയുന്നാൽ അവരെ കാണാതെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ മോനെ? മൂത്തവളുടെ കാനഡ പോക്കിൽ തന്നെ ആകെ നടുവൊടിഞ്ഞിരിക്കുക. അന്നെടുത്ത ലോൺ പുതുക്കിയെടുത്തും കുറെ പലിശയ്ക്കും ഒക്കെ വാങ്ങിയല്ലേ അവളുടെ ലക്ഷങ്ങൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. അതിനിടയിൽ ഇവൾക്കൊന്ന് കാശെടുത്ത് ചിലവാക്കുമോന്ന് എനിക്കറിയില്ല മോനെ. പക്ഷെ ഇവിടെ അച്ഛന്റെയും മോളുടെയും ഒക്കെ ഇരിപ്പും നടത്തവും കണ്ടാൽ അംബാനിയാണെന്നാണ് വിചാരം. പരാതി പോലെ അഴിച്ചിടുന്നതിന് അപ്പുറത്തു നിന്നും എന്തോ ആള് സമാധാനിപ്പിക്കുകയാണെന്ന് തോന്നുന്നു.
കുറച്ചു നേരമായി നിശബ്ദമായി കേട്ടുകൊണ്ട് നിൽക്കുന്നു. ആ നേരം കൊണ്ട് അമ്മയുടെ കണ്ണു വെട്ടിച്ച് സൈഡിലൂടെ അവൾ മുറിയിലേക്ക് കയറാൻ തുടങ്ങി. ഞാനും അത്രേ പറയുന്നുള്ളൂ മോനെ, കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ, അല്ലാതെ ചുമ്മാ. അതും പറഞ്ഞവർ തിരിയുമ്പോൾ കാണുന്നത് മുറിയിലേക്ക് കയറിപ്പോകുന്നവളെയാണ്. ആമ്പലു, ആ വിളിയിൽ പിടിച്ചു കെട്ടിയ പോലെ അവൾ അവിടെ നിന്നുപോയി. ആ വന്നു മോനെ, ആ ഞാനിപ്പോ കൊടുക്കാം. സർക്കിട്ടൊക്കെ കഴിഞ്ഞിട്ടിങ്ങ് വന്നോ? അല്ല, ഇപ്പൊ എന്തിനാ വന്നത്? 2 ദിവസം കൂടി അവിടെ നിന്ന് എല്ലാവരുടെയും വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് വന്നാൽ പോരായിരുന്നോ? ചോദിക്കുന്നതിനൊപ്പം അവളുടെ കൈത്തണ്ടിൽ നല്ലൊരു നുള്ളു കൊടുത്തു മഞ്ജു. പെണ്ണിന്റെ കണ്ണിലൂടെ പൊന്നീച്ച പാറി. വേദനയിലെ നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. ഓ, ഒരു ഉരുകാ വെണ്ണ. ദേ സിദ്ധുമോന, അവന് നിന്നോടെന്തോ കാര്യം പറയണമെന്ന്. വേണ്ടുന്ന രീതിയിൽ പെണ്ണ് തല ചലിപ്പിച്ചതും അടുത്ത നുള്ളിനായി അവരുടെ വിരലുകൾ വരുന്ന കണ്ട് അവൾ വേഗത്തിൽ ഫോൺ പിടിച്ചു. മര്യാദയ്ക്ക് ചെറുക്കനോട് കാര്യം പറഞ്ഞണം, അതല്ല മുക്കിയും മോളിയും അവനോട് എന്തെങ്കിലും പിണക്കം കാണിച്ചാൽ. മോനെ, ഞാൻ വിളക്കൊക്കെ ഒരുക്കി വെക്കാൻ നോക്കട്ടെ, അപ്പോഴേക്കും നിങ്ങൾ കാര്യം പറയും. തന്നോട് ഈ നേരം വരെ അരിശം കാണിച്ച് തുള്ളിയ അമ്മയുടെ മുഖമായിരുന്നില്ല അവർക്ക് ആ നേരം അപ്പോൾ, മറിച്ച് അവനോട് സംസാരിക്കുന്ന സമയമെല്ലാം അത്രയും സന്തോഷമാണ്. അതിന്റെ കാരണമാണ് തനിക്കും അച്ഛനും ഇതുവരെ മനസ്സിലാവാത്തത്. ആമ്പൽ, ആമ്പലേ, കേൾക്കുന്നില്ലേ നീ? അവന്റെ ചോദ്യം കേൾക്കുകയാണ് ആ നേരം വരെ അമ്മയെ നോക്കി നിന്നവൾ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കിയത്. പറഞ്ഞു ഏട്ടാ, ഞാൻ കേൾക്കുന്നുണ്ട്. അത്രയും പറഞ്ഞതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും മലവെള്ളപ്പാച്ചിൽ പോലെ എന്തൊക്കെയോ കാടിറങ്ങി വന്നു. എന്തൊക്കെയാ ആമ്പലെ നിന്നെപ്പറ്റി മാമി പറയുന്നത്? ഒന്നുമില്ലെങ്കിലും അവധിക്കാലത്ത് വേണ്ടേ വീട്ടിൽ നിന്ന് വല്ലതൊക്കെ വെച്ചുണ്ടാക്കി പഠിക്കാൻ? ഇതൊന്നുമില്ലാതെ കണ്ടവരുടെ വീട്ടിൽ തെണ്ടാൻ പോയേക്കുന്നു. ഈ പ്രായത്തിലും ഇങ്ങനെ വല്ല വീട്ടിലും കയറിയിറങ്ങാൻ നിനക്ക് നാണക്കേടില്ലേ? അല്ല, ഇതിലൊക്കെ തന്നെയല്ല മാമനെ വേണം പറയാൻ. ഇങ്ങനെ അങ്ങ് കയറൂരി വിട്ടേക്കുമല്ലേ നിന്നെ? അമ്മയിലും ഇരുട്ടി ദേഷ്യത്തോടെ ചാടിക്കിടക്കുന്നതിന്റെ വാക്കുകളൊക്കെ കേട്ട് കുറച്ചു മുന്നേ ഒഴുകി തുടങ്ങിയ കണ്ണീർ പിന്നെ നിലത്തേക്ക് വീണു. മാമനെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ഇനി മേലൽ ഇങ്ങനെ നാടിയൂട്ടാൻ വിടരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. നിർത്താൻ തയ്യാറാവാതെ അവൻ പിന്നെയും എന്തൊക്കെയോ ഒരുപാട് തുള്ളിത്തീർത്തു. അവസാനം അല്പം ശാന്തമായി എന്ന് തോന്നിയ നിമിഷത്തിൽ അവന്റെ അടുത്ത് ചോദ്യമെത്തി. നിന്റെ റിസൾട്ട് എന്ന് വരും? ഡി ചോദിച്ചത് കേട്ടില്ലേ? മറ്റന്നാൾ. റിസൾട്ട് ഫോണിൽ നോക്കാൻ പറ്റുമോ? അറിയില്ല. എങ്കിൽ ലാപ്പുമായി ഞാൻ അങ്ങോട്ട് വന്നോളാം. അതല്ലാതെ റിസൾട്ട് നോക്കാനെന്നും പറഞ്ഞ് നീ ആ നാടുതണ്ടികളുടെ കൂടെ ഊരു ചുറ്റാൻ ഇറങ്ങണ്ട. കേട്ടോ നീ? പിന്നൊരു കാര്യം കൂടി. ഫോണിലേക്ക് അവൾ വേഗം നോക്കി. കിട്ടുന്ന മാർക്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വല്ലതുമുണ്ടെങ്കിൽ അതിന് പോയാൽ മതി. അറിയാലോ, നിന്റെ ചേച്ചി തന്നെ ഇപ്പോൾ ലക്ഷങ്ങളുടെ കടമാണ് മാമൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് നീയും കൂടി ചേർന്ന് കൂട്ടരുത്. ദേഷ്യത്തോടെ അവനത് പറയുമ്പോൾ മറുപടിയൊന്നും നൽകാതെ വെറുതെ അവൾ കേട്ടുകൊണ്ട് നിന്നു. വല്ലാത്തൊരു സങ്കടത്തോടെയാണ് പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും അവൾ തള്ളി നീക്കിയത്. രാത്രിയിൽ വീട്ടിലേക്ക് വന്നു കയറിയ അശോകന് മകളുടെ മുഖം കണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു. പക്ഷെ അച്ഛൻ തിരക്കിയ കാര്യങ്ങൾക്ക് വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചതല്ലാതെ വൈകുന്നേരം നടന്ന ഒരു കാര്യങ്ങളും അവൾ പറയാൻ നിന്നില്ല. എന്തിനാ വെറുതെ? രാത്രിയിൽ എന്തൊക്കെയോ നുള്ളിപ്പറിച്ച് കഴിച്ച് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയവളെ അച്ഛൻ പിടിച്ചു നിർത്തി. വൈകിട്ട് യദു ഫോൺ ചെയ്തിരുന്നു. ഇവിടെ എത്തുമ്പോൾ നിന്നെക്കൊണ്ട് വിളിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. ദാ ഫോൺ. എന്താണ് കാര്യമെന്ന് വിളിച്ചു തിരക്ക്. ഫോൺ അവളുടെ കയ്യിലേക്ക് നൽകി അശോകൻ പുറത്തേക്ക് പോയതും കയ്യിലിരുന്ന ഫോൺ നോക്കി അവളുടെ ഉള്ളം വിറച്ചു. ആ നേരം വരെ മനസ്സിലാകെ വല്ലാത്തൊരു സങ്കടവും പരവേശവുമായിരുന്നു. ഒപ്പം വൈകുന്നേരം അവൻ പറഞ്ഞ വാക്കുകളും. ഒന്ന് കാണാൻ, ഒന്ന് കാണാൻ അത്രയ്ക്കും ആഗ്രഹം തോന്നുന്നുണ്ടെന്ന്. എത്രയൊക്കെ പറ്റില്ലെന്ന് അവനോട് പറഞ്ഞെങ്കിലും അച്ഛനോട് അനുവാദം ചോദിച്ച് അവിടെ വരെ പോയി കാണണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ വൈകുന്നേരത്തെ ആ ഫോൺ വിളി അവളുടെ ഹൃദയം പിടഞ്ഞു. വിറയ്ക്കുന്ന കൈവിരലോടെ പെണ്ണ് കോളിംഗ് ലിസ്റ്റിൽ നിന്നും യദുവെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ മെല്ലെ ഒന്ന് തൊട്ടു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ എൻ്റെ പുതിയ ചാനലാണ് ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണ. അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.